അപ്പ ഗൈസ് എനിക്കിന്ന് ജോലിക്ക് പോവാറായേട്ടാ. നമുക്ക് ജോലിക്ക് പോണ കാര്യം അമ്മയുടെ അടുത്തും കൂടെ പറഞ്ഞിട്ട് പോവാട്ടാ. ഹലോ അമ്മ, അമ്മ എവിടെയാണ് പോയത്? ഇവിടെ ഉണ്ടടാ. ആ അമ്മ, ഞാൻ ഇന്ന് കോളേജിൽ പോവാൻ പോണ് കേട്ടാ. ഓ, പോയിട്ട് വാ മോനെ. പിന്നെ അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കൊറേ കാലം കൊണ്ട് ഈ സൈക്കിളല്ലേ പോണത്. എനിക്കൊരു പുതിയൊരു ബൈക്ക് വാങ്ങിച്ചു തരുമോ? എടാ മോനെ, നീ ബൈക്കിന്റെ കാര്യമൊക്കെ ഇപ്പൊ പറഞ്ഞ നിന്റെ അച്ഛൻ വരെ സൈക്കിളിലാണ് ജോലിക്കൊക്കെ പോണ. പിന്നെ എങ്ങനെയാണ് നിനക്കൊരു ബൈക്ക് വാങ്ങിക്കാൻ പറ്റും? ഒരു ബൈക്ക് മേടിക്കണമെങ്കിൽ ഒരു 2-3 ലക്ഷമെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ ബൈക്കൊന്നും വേണ്ട, എന്റെ ഫ്രണ്ട്സ് എല്ലാരും കളിയാക്കട്ടിട്ട് ഒരു ബൈക്ക് വാങ്ങിച്ചു പോലും തരാൻ പറ്റൂലെന്ന്. എന്തായാലും നമുക്ക് കോളേജിൽ പോവാം. മോനെ, നീ അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മ, എനിക്കൊരു ബൈക്കൊന്നും വേണ്ട, എല്ലാരും എന്നെ കളിയാക്കട്ട്. എല്ലാരും സൂപ്പർ ബൈക്കിൽ വരുമ്പോ ഞാൻ ഒരു സൈക്കിളിൽ വരണം. എന്നെ എല്ലാ ദിവസവും അമ്മരെടുത്തിട്ട് കളിയാക്കും. എൻ്റെ ക്ലാസ്സിൽ പഠിക്കണത് കമല, മോട്ടു, പക്ലു, അങ്ങനെ കുറേ പേരാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കണം. അവരെല്ലാരും എന്നെ കളിയാക്കും. അല്ല, അവിടെ ഒരു ബൈക്ക് അവിടെ വീണ് കിടക്കുന്നല്ലോ, ഇനി അത് വേണമെങ്കിൽ എൻ്റെ തലയിലാവും. ഇവിടെ ഇട്ടിട്ട് നൈസായിട്ട് നമുക്ക് കോളേജിൽ പോവാം. അല്ല, ഇവന്മാരിലൊക്കെ എന്ത് വെറൈറ്റി ബൈക്കാണ് ഇരിക്കണത്. എനിക്ക് ഇങ്ങനെ ഒരു ബൈക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷെ സ്വപ്നം കാണാനല്ലേ പറ്റൂ. അമ്മ അയച്ചാൽ എനിക്ക് ഈ ബൈക്കൊന്നും വാങ്ങിച്ചു തരൂല, അല്ലെങ്കിൽ ഒരു നോർമൽ ബൈക്ക് പോലും വാങ്ങിച്ചു തരൂല. അല്ല, നിങ്ങൾ വീണ്ടും വന്നാ? ഓടാ, ഞാൻ വീണ്ടും വന്നു. അപ്പം നിന്റെ പണിയാണല്ലേ നമ്മളെ ബൈക്കൊക്കെ മറിച്ചിട്ടത്? അല്ല, ഞാൻ ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾ ബൈക്കൊക്കെ മറിഞ്ഞു കിടക്കണ്. നിനക്ക് അസൂയുണ്ടല്ലേ നമ്മളെ ബൈക്കൊക്കെ തള്ളിയിട്ടാ? അതൊക്കെ അവിടെ നിൽക്കട്ട്. നീ ആ കൂറ സൈക്കിൾ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും മാറ്റിപ്പോയി, അല്ലെങ്കിൽ നിന്നെ നോക്കിക്കോ. ഞാൻ മാറ്റി വെച്ചോളാമേ, പിന്നൊന്നും ചെയ്യല്ലേ. ഇവന്മാർ ഭയങ്കര പെശകാണ്. ആ കമലയും മോട്ടുമക്കളും എല്ലാവരും നല്ല സീനാണ്. ഞാൻ കൊണ്ട് വെച്ചോളാം, നിങ്ങൾ എന്നെ അടിക്കാതെ നിന്നിരി. എടോ, നീ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ, കൊണ്ടുപോവേ. ഞാൻ കൊണ്ട് വെക്കാം, ഒന്നും മിണ്ടാതിരി നിങ്ങൾ. ഇവന്മാരെ കൊണ്ടൊരു ശല്യം തന്നെ, കളിയാക്കം തന്നെ. എന്തായാലും ഞാൻ ഒരു ദിവസം ഒരു ബൈക്കാ കാറാ എടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ ഇവന്മാരെ മുമ്പിൽ ചെന്ന് ഷോ കാണിക്കും. അങ്ങനെ അവന്മാർ പോയി. നമുക്ക് ഈ സൈക്കിൾ ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോയി ക്ലാസ്സിന് കയറാം. എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരാൻ ആരുമില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ക്ലാസ്സിൽ പോയി വല്ല 2 അക്ഷരം പഠിച്ചിട്ട് വല്ലതും വരാം. ഇനി ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് വന്ന് എനിക്കിനി ഇരിക്കാൻ വയ്യ. നമുക്കിനി വീട്ടിൽ പോയി എല്ലാം കിടന്നുറങ്ങാം. നല്ല വിശപ്പും ഉണ്ട്. നമുക്ക് അമ്മയടുത്ത് പോയി അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കി വെച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ വേഗം വീട്ടിൽ ചെല്ലാം. ഈ സൈക്കിളും ചവിട്ടി ചെല്ലുമ്പോൾ ഒരു നേരവും ഞാൻ വിയർത്ത് ഈ സൈക്കിൾ ചവിട്ടി. ഗായ്സ്, ഞാൻ അങ്ങനെ വീട്ടിൻ്റെ അവിടെ എത്താറായിട്ടാ. ഇനി ഒന്ന് വീട്ടിൽ കയറിയിട്ട് വേണം കുളിച്ചിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ. എൻ്റെ മനസ്സിൽ അത്ര ഒരു ബൈക്ക് എടുക്കണമെന്നാണ്. പക്ഷെ എങ്ങനെ നടക്കുമോ എന്തോ. അമ്മ, ഞാൻ വന്നിട്ടുണ്ട്. നീ പോയി കുളിച്ചിട്ട് വാ മോനെ. അമ്മ, കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് എടുത്ത് വെക്കണം കേട്ടാ. ഗൈസ്, വെയിലും കൊണ്ടൊക്കെ വന്ന് നല്ല വിയർപ്പ്. നമുക്ക് കൂരി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. അമ്മ, ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടാ, ഫുഡ് എടു. അല്ല, അമ്മ എന്താ ഇവിടെ ഇരിക്കണേ? ഒന്നുമില്ലടാ. അല്ല, നീ ആ ബൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോ അതും ആലോചിച്ചോണ്ട് നിക്കണേ. അതിനാ അമ്മ വിശപ്പിച്ചിരിക്കണ? എനിക്ക് ബൈക്കൊന്നും വേണ്ട, ഞാൻ സൈക്കിളിൽ പൊക്കോളാം. നീ അടുക്കളയ്ക്ക് ഫുഡ് അടിച്ച് കയറ്റി. അമ്മ. അപ്പം ഗൈസ്, ഇനിയിപ്പം ഞാൻ തന്നെ ഫുഡ് എടുത്ത് കഴിക്കണേണ് നല്ലത്. ഇനിയിപ്പം നമുക്ക് പോയി അടുക്കളയിൽ കയറി വല്ലതും എടുത്ത് തിന്നിട്ട് നമുക്ക് പോയി വല്ലയിടത്ത് കറങ്ങാൻ പോവാം. നല്ല വിശപ്പ്. അപ്പം ഗൈസ്, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് വല്ലയിടത്തും കറങ്ങാൻ വല്ലതും പോവാം. എങ്ങോട്ട് പോവാം? ഈ സിറ്റി ഒന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകുന്നുണ്ട്, എന്നാലും ഇന്നും കൂടെ ഒന്ന് പോവാം. ആരോ വിളിക്കുന്നല്ലോ. അപ്പം ഗൈസ്, എന്നെ രാജേട്ടനാണ് വിളിച്ചത്. രാജേട്ടൻ പറഞ്ഞ് നമ്മളെ സിറ്റിയിലൊരു ചാലഞ്ച് ഉണ്ട്, റാമ്പ്. അതിന് ജയിക്കണവർക്ക് ഒരു മിക്വിൻ കാറും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഗൈസ്, അതിന് പങ്കെടുക്കാമെന്ന്. എന്നിട്ട് എല്ലാവരും മുമ്പിലും കൊണ്ടുപോയി ആ ബൈക്ക് എനിക്ക് കാണിക്കണം. ഇനി എല്ലാവരും അറിയണം എനിക്കൊരു അടിപൊളി കാറുണ്ടെന്ന്, അതും റെയർ കാറ്. വീട്ടിൽ പോവാം. ഈ കാര്യം അമ്മയുടെ അടുത്തും കൂടെ പറയാം. ഗായ്സ്, ഞാൻ പണ്ടും ഇതേപോലത്തെ ചാലഞ്ചിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഗിഫ്റ്റ് പോലത്തെ കിട്ടണമെന്നല്ല അല്ലാത്ത നോർമലി. അപ്പം ഗായ്സ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഈ കാര്യം കൊണ്ടുപോയി അമ്മയുടെ അടുത്ത് പറയാം. അപ്പം അമ്മയ്ക്ക് ഈ കാര്യം കേൾക്കുമ്പോൾ സന്തോഷമാവും. എന്നിട്ട് പറയാം എനിക്ക് പുതിയ ബൈക്കും വേണ്ട. അമ്മ ഈ കാര്യം കേൾക്കുമ്പോൾ സന്തോഷപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം.
ഈ ഹെൽമറ്റ് വരെ ഭയങ്കര ചൂട്. ആ അമ്മ ഒരു സന്തോഷവാർത്തയുണ്ട്. ഞാൻ റോഡിൽ കൂടെ പോയപ്പോൾ രാജുവേട്ടൻ എന്നെ വിളിച്ച്. അതേ അമ്മ, നമ്മളെ സിറ്റിയിലൊരു റാം ചാലഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് ജയിക്കണ ആൾക്ക് ഒരു മിക്വിൻ വില കൂടിയ റെയർ കാറാണ് കിട്ടാൻ പോണ. ഓ അമ്മ, ഞാൻ പിന്നെ പോണ് ചാലഞ്ചിന് പേരൊക്കെ കൊടുക്കാൻ. അപ്പം ഗൈസ്, നമുക്കിന്ന് രാവിലെ തന്നെ പോയി പേര് കൊടുക്കാം. ഉറക്കം വേണം. അപ്പം ഗൈസ്, ഞാൻ ഒരു ഉറങ്ങി എഴുതിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് പോയി ആ പേര് കൊടുക്കാൻ ആ സ്ഥലത്ത് നമുക്ക് പോവാം. അതിനു മുമ്പ് തന്നെ എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടിയിൽ കാണുന്ന ബെല്ലൈക്കൻ കാര്യങ്ങളൊക്കെ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ അത് ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഗൈസ്, ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇനി പോയി പേര് കൊടുത്തിട്ട് വരാം. വെയിലത്ത് തന്നെയാണ് ഇത് പേര് കൊടുക്കുന്ന സ്ഥലം. ഒന്നാതെ വെളിയിൽ ഇറങ്ങാൻ വയ്യ. ആ ചേട്ടാ, ഞാൻ പേര് കൊടുക്കാൻ വന്നതാണ്. എന്താണോ നീ പേട്ട സൈക്കിളിലാണോ നീ റേസിങ് നടത്താൻ പോണേ? അല്ല ചേട്ടാ, ഞാൻ വേറൊരു ബൈക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ പേര് എഴുതി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നീ നാളെ വാ. ഓക്കെ ചേട്ടാ, ഞാൻ നാളെ വരാം. അപ്പം ഗൈസ്, സക്സസ്ഫുള്ളി പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഗൈസ്, ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി നാളത്തേക്ക് വേണ്ടി നല്ല സുഖമായി കിടന്നു. ഗൈസ്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല കേട്ടാ, നാളത്തെ റേസിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ ഗൈസ്, നമുക്ക് രാജുവായിട്ട് ഒരു ബൈക്ക് തന്നിട്ടുണ്ട് കേട്ടാ. ഈ ബൈക്ക് നല്ല മൈലേജ് നല്ല സ്പീഡുള്ള ബൈക്കാണ്. ഇതൊക്കെ മതി ആ റേസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ നാളത്തെ റേസിനെയൊക്കെ കുറച്ച് ആലോചിച്ചിട്ട് ഉറക്കം വരില്ല. എന്തായാലും കിടന്ന് ഉറങ്ങി നോക്കാം. അങ്ങനെ രാവിലെയായി. ഇനി നമുക്ക് നേരെ പോയി റേസിന് പങ്കെടുക്കാം. എന്തായാലും നമ്മുടെ രാജുവായിട്ടൊരു കിടിലം ബൈക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ നല്ല മൈലേജ് നല്ല സ്പീഡുള്ള ബൈക്കാണ്. നമുക്ക് എന്തായാലും നമുക്ക് പോയി റേസിന് പങ്കെടുത്ത് ആ മിക്വിൻ കാറും കൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരൂ. അല്ലെങ്കിൽ വേണ്ട, ഒരുപാട് സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ മിക്കവാറും കിട്ടൂല. നമുക്ക് എന്തായാലും നേരെ റേസിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ റേസിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. എന്തരാവും എന്നാലും നമ്മൾ നൈസായിട്ട് സ്മൂത്തായിട്ട് തന്നെ ഇറങ്ങി പോണത്. നമുക്ക് എന്തായാലും ഇറങ്ങി പോവാം. ആൾക്കാരെ കൊല്ലാൻ വേണ്ടി കുറേ ഫാൻ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ സ്മൂത്തായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവേ തന്നെ. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് ജയിക്കണേന്ന്. അപ്പം ഗൈസ്, ഞാൻ ചാലഞ്ച് ജയിച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് ആ മിക്വിൻ കാർ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടയറൊക്കെയുള്ള നല്ല സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്മൂത്ത് അടിപൊളി വണ്ടിയാണ്. കുറച്ച് ഓടിച്ച് നോക്കാം. നമ്മളെ പിസ്റ്റൺ കപ്പൊക്കെ കിട്ടിയ വണ്ടിയാണ്. സെറ്റ് സീൻ കാറാണ് ഈ കാർ. പിന്നെ ഗൈസ്, നിങ്ങൾ കാർസ് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.